മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികൾക്ക് ആവശ്യമായ അറിവ് നൽകേണ്ടത് നമ്മുടെ കടമയാണ്. ഞാൻ ഹൃദയം നോദിക്കുമ്പോൾ ഒരു 5 വയസ്സൊക്കെ ആയി കഴിയുമ്പം നല്ല സ്കൂള് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കണം. വല്ലതും തിരഞ്ഞെടുക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ തിരഞ്ഞെടുപ്പ് പഠനത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ളതാണ്. അതുപോരാ, സ്വഭാവ രൂപവൽക്കരണം പ്രധാനപ്പെട്ടതാണ്. അതിന് ഉതകുന്ന ഒരു സ്കൂള് നമ്മൾ തിരഞ്ഞെടുക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. സുഭാഷിതം 29:15 പറയുന്നുണ്ട്, താണ്ഡനവും ശാസനവും ജ്ഞാനം പകർന്നു കൊടുക്കുന്നു, തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തുന്നു എന്നാണ് പറയുന്നത്. ജ്ഞാനം കൊടുക്കണം, അത് നല്ലതായിരിക്കണം എന്നുള്ളതിന് നമ്മൾ ഒരു നിർബന്ധം പിടിക്കണം. അതോടൊപ്പം തന്നെ വരുമാനം അനുസരിച്ചുള്ള ഒരു സ്കൂൾ തിരഞ്ഞെടുക്കണം. ഞാൻ ഈയിടെ കരുങ്കുന്നത്ത് ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്. എന്നാൽ മറ്റുള്ളവരോട് കിടപിടിക്കുവാനും മറ്റുള്ളവരുടെ മുൻപിൽ താഴ്ന്നു പോകാതിരിക്കാനും വേണ്ടി 1 മാസം 5000 രൂപ ചിലവ് വരുന്ന ഒരു സ്കൂളാണ് തിരഞ്ഞെടുത്തത്. 1 മാസം മാക്സിമം 100 രൂപ ചിലവ് വരുന്ന സ്കൂളുകളുണ്ട്. എന്നാൽ കഷ്ടപ്പെട്ടിതുണ്ടാക്കി എങ്ങനെയെങ്കിലും കുട്ടിയെ പഠിപ്പിച്ചെടുക്കണമെന്ന് കരുതുന്നവരുമുണ്ട്. അപ്പോൾ നമ്മൾ ഫീസിൻ്റെയോ അല്ലെങ്കിൽ ക്രെഡിറ്റോ ഒന്നും നോക്കാതെ കുട്ടികൾക്ക് ഏറ്റവും നല്ല സ്വഭാവ രൂപവൽക്കരണം കിട്ടണം, അറിവ് കിട്ടണം എന്നുള്ള നിലയിൽ വേണം നമ്മൾ സ്കൂളുകൾ തിരഞ്ഞെടുക്കുവാനെന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആ അവസരത്തിൽ തന്നെ നമ്മൾ മതബോധനത്തിന് വിടണം. മതബോധനത്തിന് വിടുമ്പോൾ, വേദപാഠത്തിന് വിടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2 പേരും കൂടെ ചേർന്ന് ഗൗരവമായിട്ട് കുട്ടിയെ കൊണ്ടുവന്ന് ആക്കുക. അപ്പോൾ കുട്ടിക്കത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഒരു മാസത്തിലൊരിക്കലെങ്കിലും മതാധ്യാപകനോട് ബന്ധപ്പെടണം. എൻ്റെ കുട്ടി എങ്ങനെ പോകുന്നു, അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് കുട്ടികളും അറിയട്ടെ. വികാരി അച്ഛനോട് ഒരു 3 മാസത്തിലൊരിക്കൽ ബന്ധപ്പെടണമെന്ന് ഞാൻ പറയും. അച്ഛനും അതിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകും. അപ്പോൾ ആ കുട്ടിയെ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അത് വളരെയേറെ ആവശ്യമാണ് എന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികൾ നല്ലവരാണെന്ന് അന്ധമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കരുത്. എൻ്റെ വെച്ച് നല്ലതാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കരുത്. സഭ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഞാനൊന്ന് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2229 ഇങ്ങനെ പറയുകയാണ്, തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രഥമ ഉത്തരവാദികളെന്ന നിലയിൽ തങ്ങളുടെ ബോധ്യങ്ങൾക്ക് ചേർന്ന ഒരു സ്കൂൾ അവർക്കായി തിരഞ്ഞെടുക്കുവാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ട്. ഇത് ഒരു മൗലിക അവകാശമാണ്. ക്രൈസ്തവ വിദ്യാദായകർ എന്ന നിലയിലുള്ള തങ്ങളുടെ ദൗത്യത്തിൽ ഏറ്റവും നന്നായി സഹായിക്കുന്ന സ്കൂളുകൾ ആവുന്നത്ര തിരഞ്ഞെടുക്കാനുള്ള കടമ മാതാപിതാക്കൾക്കുണ്ട് എന്നാണ് സഭ പറയുക. അപ്പോൾ ഞാൻ കൊണ്ടുവരുന്ന ചിന്ത മറ്റൊന്നുമല്ല, ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മൾ ചിലപ്പോൾ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ലോ കേട്ടോ, CBSE ആയിരിക്കണം, അല്ല ICSE ആയിരിക്കണം, ഇങ്ങനെയൊക്കെ നിർബന്ധം പിടിക്കേണ്ടതില്ല. ഒന്നും മോശമൊന്നുമല്ല. പ്രധാനമായിട്ടും എൻ്റെ കുട്ടി നല്ല മകനായി മകളായി വളർന്നു വരുവാൻ ഉതകുന്ന ഒരു സ്കൂള്, അതുപോലെ തുല്യപ്രാധാന്യം മതപഠനത്തിന്, ഒരുപക്ഷെ ഒരല്പം കൂടുതൽ പ്രാധാന്യം കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ കുട്ടികളെ വളർത്തിയെടുക്കണം ഉള്ള ചുമതല മാതാപിതാക്കൾക്കുണ്ട് എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ കത്ത് ആരുടേതാണ്? പ്രിയ ബഹുമാനപ്പെട്ട വെള്ളാനിക്കലച്ച, ഞാൻ ഷാലോമിൽ ഫാമിലി കൗൺസിലിംഗ് സാധാരണ കാണുന്ന ഒരു പെൺകുട്ടിയാണ്. എൻ്റെ പേര് സുഗന്ധി. എൻ്റെ ഭർത്താവിൻ്റെ പേര് അനീഷ്. എൻ്റെ ഭർത്താവിന് അമ്മയും 2 സഹോദരിമാരുമുണ്ട്. എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്. എൻ്റെ അമ്മായിയമ്മ അല്പം തൻ്റെടിയാണ്. ഞാനും അവരുമായി ഒന്നിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. ഗൾഫിൽ നിന്നും 2 വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവ് അവധിക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ പെട്ടി ഒന്ന് പൊട്ടിക്കുവാനോ അതിൽ എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് നോക്കുവാനോ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അതെല്ലാം അമ്മയും നാത്തൂന്മാരും കൂടി നടത്തി. അദ്ദേഹം അവധി കഴിഞ്ഞ് പോയപ്പോൾ മുതൽ അമ്മയും നാത്തൂന്മാരും
എന്നോട് തുറന്ന യുദ്ധത്തിലാണ്. കൊണ്ടുവന്നതും കൊടുത്തതും പോരാതെ പോയി. അതിന് കാരണക്കാരി ഞാനാണ് എന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഭർത്താവിനോട് അവർ ഏഷണി പറഞ്ഞു കൊടുത്ത് അദ്ദേഹവും എന്നോട് അല്പം അകൽച്ചയിലാണ്. അമ്മയുടെ പേരിലാണ് വസ്തുക്കൾ കിടന്നിരുന്നത്. ഉണ്ടായിരുന്ന വസ്തുക്കൾ ഞങ്ങൾ താമസിക്കുന്നത് ഉൾപ്പെടെ നാത്തൂന്മാരുടെ പേരിൽ എഴുതി കൊടുത്തു. എന്നെ അവിടെ നിന്നും ഇറക്കി വിട്ടു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. എൻ്റെ ഭർത്താവും ഞാനും വളരെയധികം വിഷമിക്കുന്നു. ഞങ്ങൾ എന്തു ചെയ്യണം? ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമേ. തീർച്ചയായിട്ടും സുഗന്ധിയെ ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വല്ലാത്ത സാഹചര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സ്വന്തം വീട്ടിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഭർത്തൃഗൃഹത്തിൽ നിൽക്കുന്നില്ല, സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അമ്മയോടോ നാത്തൂന്മാരോടോ നമുക്ക് ഒന്നിടപെടാനോ കമ്മ്യൂണിക്കേഷനോ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥാവിശേഷമുണ്ട്. ഇങ്ങനെ സംഭവിച്ചതിന് എന്താണ് കാരണമെന്ന് കൃത്യമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും അവരുടെ ഭാഗത്തുനിന്നൊരു റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഭർത്താവിന് പെട്ടി തുറക്കാൻ പോലും അനുവദിച്ചില്ല. അവരാണതെല്ലാം കൈകാര്യം ചെയ്തത്. എന്നിട്ടും വേണ്ടതുപോലെ കൊടുത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു പരാതി മനസ്സിലാവുന്നു. സുഗന്ധിയുടെ വിഷമം ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഭർത്താവിനെ നന്നായിട്ട് സ്നേഹിച്ച് ആ ബന്ധം കുറച്ചുകൂടെ സുദൃഢമാക്കണം. ശരിയാണ്, അകൽച്ചയുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം അദ്ദേഹം പുറത്താണ്. എങ്കിലും കിട്ടുന്ന അവസരം, ഫോണിലൂടെയൊക്കെ ആണെങ്കിലും കിട്ടുന്ന അവസരം നന്നായിട്ട് ഉപയോഗിച്ച്, ഇവരെ എതിർക്കാനൊന്നുമല്ല, നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒരു പാഴ്ച ഉണ്ടാവാത്ത രീതിയിൽ അത് സുദൃഢമാക്കണമെന്ന് എനിക്ക് പറയാനുണ്ട്. ഇനി ഭർത്താവ് വഴിയായി വീട്ടിലെ സ്വത്ത് ചോദിക്കാമെങ്കിൽ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണല്ലോ. മക്കൾക്ക് നിയമപരമായിട്ടും തുല്യാവകാശമുണ്ട്. അതുകൊണ്ട് ഒന്നും കൊടുക്കാതെ പറഞ്ഞു വിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു തെറ്റായ കാര്യമാണ്. അത് ഏതായാലും സുഗന്ധി ചോദിക്കാൻ പോകണ്ട, എൻ്റെ അഭിപ്രായം അതാണ്. ഭർത്താവ് വഴിയായിട്ട് ഭർത്താവ് ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അത് സാധിക്കുമെങ്കിൽ അങ്ങനെ ചോദിക്കണം. പറയുമ്പോൾ സുഗന്ധിക്ക് വിഷമം തോന്നരുത്. ഇനി തന്നില്ല എന്നിരിക്കട്ടെ, തന്നില്ലെങ്കിൽ ദൈവഹിതമായി സ്വീകരിച്ച് സന്തോഷമായി മുന്നോട്ട് നീങ്ങണം എന്ന് ഞാൻ പറയുകയാണ്. എളുപ്പമുള്ള കാര്യമല്ല അച്ഛൻ പറയുന്നത് എനിക്കറിയാം. എങ്കിലും പിടിച്ചു പറിച്ച് നമ്മളത് മേടിച്ചിട്ടോ കേസ് കളിച്ചിട്ടോ ഒന്നും കുടുംബം ശരിയാവില്ലെന്നാണ് അച്ഛൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. ബൈബിൾ സുഭാഷിതം 28:24 പറയുന്നുണ്ട്, നീ പിടിച്ചു പറിക്കരുത്. വഴക്ക് വേണ്ട, എന്നാൽ സമാധാനമായിട്ട് സ്നേഹിച്ച് നിന്ന് കാര്യങ്ങൾ പരമാവധി സാധിച്ചെടുക്കാവുന്നിടത്തോളം ഭർത്താവ് അനൂപ് വഴിയായിട്ട്, അനൂപ് എന്നല്ലേ പറഞ്ഞത്, അനീഷ് വഴിയായിട്ട് ഒന്ന് പ്രേരിപ്പിച്ച് അത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് തെറ്റില്ല. കൂടാതെ നിങ്ങളുടെ ബന്ധം തകരാൻ പാടില്ല ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സുഗന്ധി അനീഷുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ വളർന്ന് ആ ബന്ധം കൂടുതൽ ഭംഗിയാക്കി എടുക്കണം. കുടുംബജീവിതം തകരാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അതോടൊപ്പം ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഞങ്ങളും പ്രാർത്ഥിക്കാം എന്നാണ് എനിക്ക് അതേപ്പറ്റി പറയാനുള്ളത്. എന്താണ് നിമ്മിക്ക് പറയാനുള്ളത്? സുഗന്ധി അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ സാധനങ്ങളൊന്നും പൊട്ടിക്കാനോ നോക്കാനോ ഒന്നും അനുവാദം കിട്ടിയില്ല എന്ന് പറയുന്നത്. അതൊക്കെ പോകട്ടെ, അത് സാരമില്ല. പക്ഷെ അവളെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടു എന്ന് പറഞ്ഞതിൽ നമുക്കും ഇതിനകത്ത് സങ്കടമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അവരവരുടെ വീതവും കൂടി പെമ്മക്കൾക്കായിട്ട് വീതിച്ചു കൊടുത്തു. അങ്ങനെ പോയി. പക്ഷേ അവളുടെ വീട്ടിൽ പോയി അവിടെ സുരക്ഷിതയായിരിക്കും, അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. അവിടെയും ഒക്കെ ബ്രദേഴ്സൊക്കെ കാണുമല്ലോ. അവരുടെയും വീട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരാം. ഒരു നാത്തൂൻ്റെ കൂടെയും അമ്മയുടെ ഇങ്ങനെ വിവാഹം ചെയ്തതിന് ശേഷം വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ അവൾ വളരെ ക്ലേശകരമായിട്ടായിരിക്കും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവ് പിണക്കത്തിലാണെന്നും പറയുന്നത്. ആദ്യം ഒരു അകൽച്ച ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എൻ്റെ ഭർത്താവും ഞാനും ഒരുപോലെ വിഷമിക്കുന്നെന്നാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവൾ ഭർത്താവുമായിട്ട് സ്നേഹത്തിലായിരിക്കും.
അപ്പം ഭർത്താവ് ഇനിയും അവിടെ നിന്ന് വല്ലതും അയച്ചു കൊടുക്കുന്നതൊക്കെ ഇവർക്ക് ഷെയർ ചെയ്യുന്നില്ലെന്നോ അങ്ങനെയാണോ എന്നറിയത്തില്ല. എങ്കിലും ഇവരെന്നിലും സംതൃപ്തരല്ല, അമ്മയും സഹോദരിമാരും. അതെ അതെ. അതുകൊണ്ട് ഇവള് വീട്ടിലെ കുടുംബത്തിലെ സ്വത്ത് ലഭിക്കുവാൻ എന്ത് ചെയ്യണം? ഭർത്താവിന് കൊടുക്കുവാൻ താല്പര്യമുള്ളവരായിരുന്നെങ്കിൽ ഈ മകന് ഒരു വീതം വെച്ചിട്ടല്ലേ പെൺപിള്ളേർക്ക് കൊടുക്കുകയുള്ളൂ. അത്രേ ഉള്ളൂ. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് കോടതി വഴി പോകാതെ ആരെങ്കിലും കരയിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് മധ്യസ്ഥന്മാരുമായിട്ട് മധ്യസ്ഥത വഹിച്ച് നേടിയെടുക്കാമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തി ജീവിക്കുക. അല്ലാതെ നമുക്കൊന്നും പറയാനില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞങ്ങളും സുഗന്ധിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം എന്ന്. സുഗന്ധിയുടെ നിമ്മിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും മധ്യസ്ഥന്മാർ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റോ വഴിയായിട്ട് അത് ഇവർ സംസാരിച്ച് ശരിയാക്കാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ളതാണ് പറയുക. ഇപ്പോൾ ഇവിടെ തന്നെ ആ കത്തിനകത്ത് അച്ഛനെ പറ്റി ഒരു സൂചനയില്ല. ശരി. അപ്പോൾ അമ്മ തൻ്റെ അടിയാണ്, അമ്മയും മക്കളും. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ആ വീതമുള്ളത് പെൺപിള്ളേർക്ക് കൊടുത്തു. അവൻ അവളുടെ വീട്ടിൽ വീട്ടിൽ നിന്നുള്ള പണ്ടത്തെ ഒരു ചൊല്ലുണ്ടല്ലോ, ആ ഒരു ഇതൊരു പക്ഷേ എങ്കിലേ ഈ അമ്മയുടെ മനസ്സിലുണ്ടാവും. അമ്മയുടെ വീതമായിരിക്കും ഇത്, അതാ അമ്മയുടെ പേര് വന്നേ. അച്ഛൻ അവിടെ വീതം, അച്ഛനെ പറ്റി അവിടെ ഒരു പരാമർശം ഇല്ല. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ നമുക്കറിയില്ല. അച്ഛനായാലും സമ്പത്തില്ലായിരുന്നു എന്ന് വേണം കാണാൻ. അമ്മയുടെ സ്വത്ത് അമ്മ പെൺപിള്ളേർക്ക് കൊടുത്തു. നിന്റെ അമ്മയുടെ സ്വത്ത് നിനക്ക് കിട്ടും, നീ പൊക്കോടി എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ. എനിക്ക് തോന്നുന്നത് ഇപ്പം കുറേ മാറിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഗൾഫിൽ പോയിച്ച് വന്നു കഴിയുമ്പം പല വീട്ടിലെ ഒരു വിഷയമാണ്. വന്നു കഴിയുമ്പോഴത്തേക്ക് അമ്മയും വീട്ടിലുള്ളവരും കൂടെ ഒക്കെ എല്ലാ കാര്യങ്ങളും നടത്തും. ഇവർ എല്ലാത്തിലും അവനെ ആശ്രയിച്ച് പോകുന്ന കുടുംബങ്ങളിൽ കെട്ടിവെള്ള് വന്നു കഴിഞ്ഞാൽ അത്രയും സ്വാതന്ത്ര്യം അവർക്ക് കിട്ടത്തില്ല. അതൊരു നേരത്തെ മുതലുള്ള ഒരു പ്രശ്നമാണ്. സാമ്പത്തികമായിട്ടൊക്കെ ചില ഇതുള്ള കുടുംബങ്ങളിൽ തുറന്ന ഇഷ്ടംപോലെ കാശുള്ളിടത്തൊന്നും അത്രയും വലിയ പ്രശ്നം വരത്തില്ല. അഭിപ്രായത്തിൽ സുഗന്ധിയോട് എന്താണ് പറയാനുള്ളത്? സുഗന്ധിയോട് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഒന്ന്, അവനെ പെറ്റുവളർത്തിയ തള്ളയാണ്. ആ തള്ളയോടും സഹോദരങ്ങളോടും അവരിൽ നിന്ന് പോരായ്മകളുണ്ടെങ്കിൽ പോലും സ്നേഹിക്കണം. ആ തള്ളയുടെ അനുഗ്രഹം വാങ്ങിയെടുക്കണം. അമ്മയുടെ അനുഗ്രഹം, മകൻ്റെ മേൽ അമ്മയ്ക്കൊരു സ്വാധീനമുണ്ട്. ആ അനുഗ്രഹം അത് അകൽത്തുകയും ചെയ്യരുത്. അമ്മയെ സ്നേഹിച്ച് അമ്മയിൽ നിന്ന് അമ്മ സമ്പത്ത് കിട്ടിയില്ലെങ്കിലും അമ്മയുടെ അനുഗ്രഹം ഈ മോക്ക് കിട്ടിയാൽ അത് ആയിരിക്കും ഏറ്റവും വലിയ സമ്പത്ത്. അപ്പം അതുകൊണ്ട് സുഗന്ധിയുടെ വീട്ടിലാണ് ഇപ്പം നിൽക്കുന്നതെങ്കിലും അമ്മയായിട്ട് ബന്ധപ്പെടണം. അമ്മയെ വിളിക്കുകയോ പറയുകയോ വേണമെങ്കിലും ഒന്ന് പോയി കാണുകയോ, സമ്പത്ത് കൊടുത്തതിൻ്റെ പേരിൽ അമ്മയായിട്ടുള്ള അകൽച്ചയും പിണക്കവും ഉണ്ടാക്കാതിരിക്കണം. അങ്ങനെ ഇനിയിപ്പോൾ സമ്പത്ത് എഴുതി കൊടുത്തു പോയെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അത് പക്ഷേ സമ്പത്തങ്ങ് മറന്നേക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക, ഭർത്താവിനെ സ്നേഹിക്കുക, ഭർത്താവുമായിട്ടൊരു നല്ല ബന്ധത്തിൽ പുലർത്തുക. അമ്മയെയും മറ്റ് സഹോദരങ്ങളെയും സ്നേഹിക്കണം. സമ്പത്തിൻ്റെ പേരിൽ അവരെ തള്ളിക്കളയാതെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേയെങ്കിൽ ഈ പെൺമക്കൾക്ക് തെറ്റായിപ്പോയി, ഞങ്ങൾ വാങ്ങിയത് തെറ്റായിപ്പോയി എന്ന് തോന്നിയിട്ട് അമ്മ അങ്ങനെയല്ല, ഞങ്ങളുടെ തിരിച്ചു തരാം, ഒരു വീതം പുള്ളിക്കാരനോട് കൊടുക്കണം എന്നൊക്കെ പറയാനും ഒക്കെയുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. സാധ്യതകളുടെ കുറവാണ്. ജോൺസൺ പറയുന്നതനുസരിച്ച് നമ്മൾ അമ്മയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളുടെ ഭർത്താവിനോടുള്ള സ്നേഹബന്ധത്തിൽ വളർന്ന് സംതൃപ്തിയോടെ ജീവിക്കാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അപ്പം അങ്ങനെ നമുക്ക് പരിശ്രമിക്കാനായിട്ട് സുഗന്ധിയോട് പറയുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന നേരുന്നു. അടുത്ത കത്തിലേക്ക് കിടന്നാലോ? അടുത്ത കത്ത് ആലപ്പുഴ നിന്നും അജോമോൻ എന്നയാളാണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ ആലപ്പുഴ നിന്നും അജോമോൻ എന്ന ആളാണ്. എനിക്ക് ഇപ്പോൾ 30 വയസ്സുണ്ട്. ഞാനൊരു കൂലി വേലക്കാരനാണ്. എൻ്റെ മാതാപിതാക്കളും ഒത്ത് വേലയെടുത്ത് ജീവിക്കുന്നു. ഒരു സാധാരണ കുടുംബം. 4 കൊല്ലം മുൻപേ ഞാൻ വിവാഹിതനായി. ഒരു നല്ല കുടുംബത്തിലെ പാവപ്പെട്ട പെൺകുട്ടി. എല്ലാവർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കല്യാണം നടന്നു. ഒരു കുഞ്ഞുമുണ്ട്. എൻ്റെ ഭാര്യ വീട്ടിൽ ഒരു ജോലിയും ചെയ്യില്ല. അമ്മ പണി കഴിഞ്ഞ് വന്നിട്ട് വേണം വീട്ടിലെ ജോലി ചെയ്യുവാൻ. സാവകാശം എൻ്റെ ഭാര്യയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. അവൾ അമ്മയോടും അപ്പനോടും വഴക്കടിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. ഞാൻ വന്നപ്പോൾ എന്നോടും അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കി. എന്നോട് പോലും ചോദിക്കാതെ അവൾ കുഞ്ഞിനെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. പല പ്രാവശ്യം ഒത്തുതീർപ്പിന് ശ്രമിച്ചു, വിജയിച്ചില്ല. ഞാനും മറ്റു പലരും അവളെ തിരികെ കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടും അവളുടെ മാതാപിതാക്കൾ അവളെ വിടുന്നില്ല. അവർ ഇപ്പോൾ ഡൈവേഴ്സ് കേസിന് കൊടുത്തിരിക്കുകയാണ്.
വ്യവഹിതത്തിന് വിരുദ്ധമായ ഈ തീരുമാനത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ആവശ്യമായ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹാദരവോടെ അജോമോൻ. അജോമോനെ ഞാൻ മനസ്സിലാക്കുന്നു. ഈ സാഹചര്യങ്ങളിൽ ഇച്ചിരി വിഷമമുള്ള ഒരു സാഹചര്യമാണ്. ഞാൻ കാണുന്ന ഒരു വിശദീകരണം ഇതാണ്. ഇന്ന് പൊതുവെ കുട്ടികൾക്ക് നോ എന്ന പദം സ്വീകരിക്കാനുള്ള കഴിവില്ല. ഇവരെ ഇങ്ങനെ അവരുടെ ഇഷ്ടമനുസരിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു വീടല്ലേ, അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒക്കെ ഇഷ്ടക്കേട് വന്നിട്ടുണ്ട്. അതാണ് അവളൊന്നും ചെയ്യത്തുമില്ല, എല്ലാത്തിനും ഇവരോട് വഴക്കായിട്ടാണ് നിന്നത്. ഇവനോട് വഴക്ക് പിടിക്കുമായിരുന്നു, പിന്നെ അവസാനം അവളങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഒരു പറയുന്നതിൽ ക്ഷമിക്കണം, ഒരു തന്നിഷ്ടക്കാരിയെ പോലെ ഒരു പെരുമാറ്റമാണ് അജോമൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ഈ അവസരത്തിൽ അങ്ങനെ ഒരു വളർത്തൽ പാടില്ലെന്ന് ഞാൻ മാതാപിതാക്കളോട് പറയും. അതുപോലെ കുട്ടികളും ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അവിടെ പൊരുത്തപ്പെടലുകൾ ഒത്തിരി ആവശ്യമാണ് എന്നുള്ള പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. എന്നാൽ ദൈവം ഒന്നിപ്പിച്ച ബന്ധമെന്ന നിലയിൽ നമുക്കതിനെ പൗത്രമായി കണ്ടേ പറ്റുകയുള്ളൂ. പറ്റുമെങ്കിൽ ഒരു മാരേജ് കൗൺസിലിംഗ് നല്ലതാണ്. ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അവർക്കെന്താ പ്രശ്നം, അവിടെ മുഴുവൻ പ്രശ്നങ്ങളൊന്നും അജോമൻ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് നല്ലതാണ്. ഇനിയും ഇപ്പം കേസ് കൊടുത്തിരിക്കുകയെന്ന് തോന്നുന്നല്ലേ? കേസ് കൊടുത്തിരിക്കുകയാണ്. കോടതിയിലുമുണ്ട് ഇപ്പോൾ കൗൺസിലിംഗ്. ഫാമിലി കുടുംബ കോടതിയിലെ കൗൺസിലിംഗ് ഉണ്ട്. അപ്പോൾ അവിടെയാണെങ്കിലും നമുക്ക് ആ കൗൺസിലിംഗ് സാഹചര്യങ്ങളെല്ലാം പറഞ്ഞ് അവരും പരിശ്രമിക്കുന്നത് യോജിപ്പിക്കാൻ തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് അവസാന കൈക്ക് അവർ മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു കുറേയേറെ സ്നേഹ തിരസ്കരണം ഇവൾക്ക് തോന്നിയിട്ടുണ്ട്, അതിനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കി അല്പം കൂടെ സ്നേഹം കൊടുക്കുക എന്നാണ് അജോമോനോട് എനിക്ക് പറയാനുള്ളത്. കൗൺസിലിങ്ങിലൂടെ അത് സാധിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കൗൺസിലിംഗ് ഒന്നിച്ചൊക്കെ വിളിക്കും, തീർച്ചയായിട്ടും പറയാം. പക്ഷെ ഞാൻ ശ്രദ്ധിക്കേണ്ട പോലെ തന്നെ ശ്രദ്ധിച്ചില്ലായിരിക്കാം, അതായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അവൾക്കൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി കോടതിയിലാണല്ലോ കേസ് എന്നുള്ള ബുദ്ധിമുട്ട് അജോമൻ ഇപ്പോൾ എന്നോട് പ്രസൻറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ അത് വിഷ്വലൈസ് ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം കോടതിയിലാണെങ്കിൽ പോലും അജോമന് പറ്റുമെങ്കിൽ വികാരിച്ചനോടൊന്ന് ബന്ധപ്പെട്ട് വികാരിച്ചന്മാർ വഴി ഇതൊന്ന്, രണ്ട് സ്ഥലത്തായല്ലോ, വികാരിച്ചന്മാർ വഴി ഒന്ന് വിളിച്ച് സംസാരിക്കാനും വേണ്ടി വന്നാൽ അങ്ങനെ കോടതി കിടക്കുകയാണെങ്കിൽ പോലും ഒരു കൗൺസിലിങ്ങിന് ഇവരെ പ്രേരിപ്പിക്കുവാനും സാധിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതൊരു പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏതായാലും അജോമനോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും വിവാഹമോചനത്തെപ്പറ്റി ചിന്തിക്കരുത്. കാരണം അതല്ല, ദൈവം നിങ്ങളെ യോജിപ്പിച്ചപ്പോൾ ദൈവം ഒരിക്കലും അത് വേർപെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. മലാക്കി അജോമോൻ അല്ലല്ലോ ഡൈവേഴ്സിന് മറ്റവരാ, അവർ ഇപ്പോൾ ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുക. കേസ് കൊടുത്തിരിക്കുക, അതാ പറഞ്ഞത്. അജോമൻ അതിന് സമ്മതം മൂളരുന്നുള്ള എൻ്റെ പോയിൻറ്റ്. സമ്മതം മൂളേ എളുപ്പമായത്, അവർ കൊടുത്തു, ഞാൻ ഓക്കെ പറഞ്ഞാൽ എളുപ്പം. മലാക്കി 2:16 പറയുന്നുണ്ട്, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. ഇത്ര ശക്തമായിട്ടാണ് പറയും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളതിലേക്ക് നീങ്ങാതെ ഇത് ശരിയാക്കാം പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥന നിരതമായിട്ട് അജോമൻ ശ്രമിക്കണം. ഈശോയുടെ തിരുരക്തം അവളുടെ മേൽ തളിച്ച്, ആ കുടുംബത്തിന് മേൽ തളിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞ വികാരിച്ചന്മാരുടെ ഒരു സ്വാധീനവും കൂടെ ഉപയോഗിച്ച് അത് രമ്യപ്പെടുത്തി ഭംഗിയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടോംസൺ എന്ന് പറയുന്നത് പറ്റി എനിക്കച്ചാ, ഞാൻ അജോമൻ്റെ കത്ത് തീർച്ചയായിട്ടും അവൻ്റെ ആഗ്രഹം, കല്യാണം കഴിച്ചു, അവനെ ഒന്നിച്ച് ജീവിക്കാനുള്ള അവൻ്റെ ആഗ്രഹം നമുക്ക് മനസ്സിലാക്കാം. ആ ദൈവത്തിൻ്റെ ആ പദ്ധതിയോട് അവൻ ഒത്തിരി സഹകരിക്കാൻ താല്പര്യമുള്ള വ്യക്തിയായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. എനിക്ക് ഇത് വായിച്ചപ്പോഴത്തേക്ക് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ പറ്റി ഞാൻ ചിന്തിച്ച്, അവർ ഈ കൊച്ചിനെ അവരുടെ വീട്ടിൽ സ്വീകരിച്ചിട്ട് ഇതിനെ തിരിച്ചുവിടുക, കല്യാണം കഴിച്ച് കൊടുത്തു വിട്ട കൊച്ചിനെ എന്തിൻ്റെയെങ്കിലും പേരിൽ അവരുടെ തിരിച്ചു വന്നപ്പോൾ അവരുടെ വീട്ടിൽ നിർത്തി അതിനെ താലോലിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇന്നത്തെ ഒരു വലിയ വിപത്താണ് അത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അന്നേരെ അവളെ ആ രാത്രിയിലാണെങ്കിൽ രാത്രി തിരിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. എന്താ പറ്റിയത്? അവളെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇറക്കി, ഇതാ നിൻ്റെ വീട്, നീ ഇനി ഇങ്ങനെ കാണിക്കരുതെന്ന് പറഞ്ഞ് അവളെ ശാസിക്കുമായിരുന്നു. ഇന്ന് എനിക്കറിയില്ല, നമ്മൾ പല കുടുംബങ്ങളിലും ഒരു അനുഭവമായത്. വന്നാൽ ഉടനെ പിള്ളേരെ മോളിങ്ങോട്ട് പോരടി,
എന്ന് പറഞ്ഞ് വിളിച്ച് വീട്ടിൽ നിർത്തിയിട്ട് അവരുടെ കുടുംബ ബന്ധത്തെ തകർത്ത് കളയുന്ന മാതാപിതാക്കളുടെ ആ മനോഭാവം അതൊരു വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഇവിടെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവളെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരുത്തി സ്നേഹത്തോടെ അവരെ വിളിച്ച് ഒന്നിപ്പിക്കേണ്ടതിന് പകരം അവരെ ഡൈവേഴ്സിന് ഉള്ളുമായിട്ട് നടക്കുന്നത്. അത് കേൾക്കുന്ന എല്ലാവർക്കും, നമ്മുടെ എല്ലാ വീടുകളിലെയും അത് വലിയ വിഷയമായിട്ട് എടുത്തുകൊണ്ട് അവർ തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി കാത്തിരുന്നു, ആഗ്രഹിച്ചു, കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോരായ്മകൾ ഒരു പക്ഷേ ആ വീട്ടിൽ കാണും. പൊരുത്തക്കേടുകളില്ലാത്ത വീട് ഏതാ ഉള്ളത്. അതുകൊണ്ട് ഉടനെ എൻ്റെ മോൾ ഇങ്ങോട്ട് പോരടി എന്ന് പറയുന്ന ഒരു രീതി ഒരിക്കലും ശരിയല്ല. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. അതിന് ഈ മാതാപിതാക്കൾ കൂട്ടു നിൽക്കരുത്, പാപമാണ് അത്. അവളെ തിരിച്ച് അവളെ ദൈവം യോജിപ്പിച്ചതാണെങ്കിൽ അതിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടത് അവളുടെ മാതാപിതാക്കളാണ്. അതവരൊന്ന് ശ്രദ്ധിക്കണം. അതിന് അച്ഛൻ പറഞ്ഞതുപോലെ വിചാരിച്ചന്മാർ ത്രൂ ഒന്ന് ബന്ധപ്പെടാൻ അജോമൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ രൂപത വഴിയായിട്ടോ അരമനയുടെ സംവിധാനങ്ങളിലോ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മുടെ ഫാമിലി എപ്പിസോഡിലൊക്കെ ഉണ്ടല്ലോ, ഫാമിലി എപ്പിസോഡിലൊക്കെ പോയി കണ്ടു അവൻ അത് ഇച്ചിരി ഇനിഷ്യേറ്റീവ് എടുത്ത് അവരെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യിച്ചെടുത്തിട്ട് ഒന്നിപ്പിക്കണം. അത് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും പിന്നെ അജോമോന് എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്നതെല്ലാം കുടുംബ പ്രേക്ഷിതരെന്നുള്ള നിലയ്ക്ക് അച്ഛനാണേലും ഒത്തിരി കൗൺസിലിങ്ങിൽ ബന്ധപ്പെടുന്നയാളാണല്ലോ. അജോമോൻ അച്ഛനുമായിട്ട് വേണേൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ബന്ധപ്പെട്ടിട്ട് ആ പെണ്ണിൻ്റെ മാതാപിതാക്കളെ കാണാനോ സംസാരിക്കാനോ ഒക്കെ ഞങ്ങൾ തയ്യാറാകാം. ഏതെങ്കിലും വിധത്തിൽ അത് ഒരിക്കലും ഡൈവേഴ്സിന് പോകരുതേ. തീർച്ചയായും ടോംസൻ്റെ ആശയത്തിൽ എല്ലാ മാതാപിതാക്കളും ആ കാര്യം ശ്രദ്ധിക്കുന്ന ഒത്തിരി കുടുംബങ്ങളിങ്ങനെ പിള്ളേരിഞ്ഞ് പോര്, എൻ്റെ മോൾ ഇവിടെ നിന്നു, എത്ര നാളാണ് നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഇവിടെ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ്. നിമ്മി എന്ത് പറയുന്നു? പറയാനുള്ളത്, ഇവൾ വീട്ടിൽ യാതൊരു ജോലിയും ചെയ്യുന്നില്ല. അമ്മ വീട്ടിൽ പണി കഴിഞ്ഞിട്ട് കൂലിപ്പണിക്ക് പോകുന്നതായിരിക്കും, കൂലിപ്പണിക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ, ജോലി വീട്ടിൽ ചെയ്യാൻ. അങ്ങനെയല്ലല്ലോ. ഒരു നമ്മുടെ സ്വന്തം അമ്മയാ പോയേച്ച് വരുന്നതെങ്കിൽ നമ്മളൊരു ഗ്ലാസ് വെള്ളമൊക്കെ അവർ കൊടുക്കാതിരിക്കുമോ? അപ്പം വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുള്ളൊരു കുഞ്ഞാണെങ്കിൽ ഈ ഭർതൃഗ്രഹത്തിൽ ഒന്നും ചെയ്യാതിരിക്കത്തില്ല. അപ്പം സ്വന്തം വീട്ടിൽ ചെയ്ത് കാണില്ല. അപ്പോൾ അതിൻ്റെ കുറ്റവും മാതാപിതാക്കൾക്കാണ്. മാതാവ് മകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നെങ്കിൽ അവിടെ അത് സംഭവിക്കില്ലായിരുന്നു. അപ്പം പിന്നെ അവൾ ഇങ്ങനെ അവിടെ വഴക്കുണ്ടായി, അതുടനെ കഴിഞ്ഞ് ഉടനെ പോരട്ടെ അങ്ങോട്ട് പോയി, അവിടെ ചെന്ന ഉടനെ അങ്ങ് പ്രവേശിപ്പിച്ചു. അതൊക്കെ മാതാപിതാക്കളുടെ നിസ്സംഗതാ മനോഭാവം. അവർ അവളെ അങ്ങ് സ്വീകരിച്ചു, അവരോടൊരഭിപ്രായം ചോദിച്ചില്ല. അങ്ങനെ പണ്ടൊക്കെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമുക്ക് മുതിർന്നവർ കുറേ ഉപദേശങ്ങളൊക്കെ തരും. നീ അവിടെ വീട്ടിൽ ചെല്ലുമ്പം നീ അവളൊരു ദാസിയെ പോലെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു തരും. ഇന്നത്തെ കാലത്ത് അവിടെ ചെന്നാൽ ഉടനെ നീ അവിടെ മേധാവിയായി ഭരിച്ചോളണം, അവിടെ അതായത് ഇവിടെ പോരെ ഒരു 1-2 പിള്ളേരെ കാണത്തുള്ളൂ. അപ്പം ആ കുഞ്ഞുങ്ങൾ അതിലൊരെണ്ണം അവിടെ നിന്ന് വേദനിക്കണ്ട, ഇങ്ങോട്ട് പോരട്ടെ, ഈ മോനെ ഉള്ളെങ്കിൽ അല്ലെ മറ്റേവളെ ഉള്ളെങ്കിൽ അവളുടെ കൂട്ടത്തിൽ കഴിഞ്ഞോട്ടെ എന്നുള്ള ഒരു ഭാവം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പല ധാരാളം പിള്ളേരുള്ള കുടുംബത്തിലാണെങ്കിൽ ഇത് സംഭവിക്കത്തില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ജോൺസൺ പറഞ്ഞ പോലെ തന്നെ ആ മാതാപിതാക്കൾ, അവളുടെ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ പൊതുവായി എല്ലാ മാതാപിതാക്കളും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മക്കളെ ഒന്ന് പരിശീലിപ്പിച്ച് വിവാഹത്തിൽ അയക്കുമ്പോൾ അവർ ഭർതൃഗ്രഹത്തിൽ ആയിരിക്കണം, അതാണ് നിൻ്റെ വീടിനി എന്നൊരു ബോധ്യം കൊടുക്കുവാനായിട്ട് ശ്രമിക്കണമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഏതായാലും നമുക്ക് അജോമോന് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അജോമോൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളിലൂടെ ഒന്ന് പരിശ്രമിച്ച് ആ ബന്ധം ഉറപ്പിക്കാനും കൂടുതൽ ഭംഗിയായി പോകാനും പരിശ്രമിക്കണം. ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നമുക്കവരെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിച്ചു പരിപാലിക്കുന്ന നല്ല ദൈവമേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ സമർപ്പിച്ച 2 കുടുംബങ്ങളെയും അങ്ങ് കാത്തുകൊള്ളണമേ. അവരുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം അങ്ങ് അറിയുന്നല്ലോ. പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് കുടുംബത്തിൽ കൂടുതൽ സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഒരു മനോഭാവം പുലർത്തുവാൻ അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രത്യേകമായിട്ടും അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ ദിവ്യ സാന്നിധ്യവും ദിവ്യകൃപയും ധാരാളമായി അനുഭവപ്പെടുവാനും സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാനും അവരെ ശക്തിപ്പെടുത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം:
To the producer, Family Counseling, Shalom Television, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com